പാപ്പ മരണത്തെ മുഖാമുഖം കണ്ട ആശുപത്രിയിലെ സംഭവ വികാസങ്ങളെപ്പറ്റി വിവരിച്ചും പാപ്പയുടെ മടങ്ങിവരവിനെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചും പാപ്പയുടെ ഡോക്ടർ സെർജിയോ ആൽഫിയേരി. പാപ്പ വത്തിക്കാനിൽ തിരിച്ചെത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇറ്റാലിയൻ ദിനപത്രമായ കൊറിയർ ഡെല്ലാ സെറ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലായിരുന്നു ഡോക്ടർ സെർജിയോ ആൽഫിയേരിയുടെ വെളിപ്പെടുത്തൽ. 88 വയസ്സുള്ള പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിവരിച്ച ഡോക്ടർ സെർജിയോ ആൽഫിയേരി ഫെബ്രുവരി 28-ന് ഉച്ചകഴിഞ്ഞ് പാപ്പയ്ക്ക് ശക്തമായ ബ്രോങ്കോസ്പാസം അനുഭവപ്പെട്ടതിനെക്കുറിച്ച് പങ്കുവച്ചു. അന്ന് ആദ്യമായി പാപ്പയ്ക്ക് ചുറ്റും കൂടിയിരുന്നവരുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. സ്ഥിതി വീണ്ടും വഷളായെന്നും പാപ്പയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു അപകടസാധ്യതയുണ്ടെന്നും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ആ നിർണായക നിമിഷത്തിൽ ചികിത്സയുമായി മുന്നോട്ടു പോകാതെ വരാനിരിക്കുന്നതിനെ നേരിടണോ അതോ മറ്റവയവങ്ങൾക്ക് കേടുപാടുകൾ വന്നേക്കാവുന്ന ഉയർന്ന അപകടസാധ്യതയുള്ള എല്ലാ മരുന്നുകളും ചികിത്സകളും പരീക്ഷിക്കണോ എന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഒടുവിൽ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ഡോക്ടർ വിശദീകരിച്ചു. മറ്റൊരിക്കൽ പാപ്പ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർ ആൽഫിയേരി ഓർത്തെടുക്കുന്നുണ്ട്. ശ്വാസതടസ്സം തീവ്രമായിരുന്നു. പാപ്പയെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് ഞങ്ങൾ ശരിക്കും കരുതി എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. താൻ മരണത്തിന്റെ വക്കിലായിരുന്നുവെന്ന് പാപ്പയ്ക്ക് മനസ്സിലായെന്നും അദ്ദേഹം എല്ലായ്പ്പോഴും പൂർണ്ണ ബോധവാനായിരുന്നുവെന്നും ഡോക്ടർ വിശദീകരിച്ചു. ഒരിക്കലും പരാതിപ്പെടാതെ എല്ലാ ചികിത്സകളോടും അദ്ദേഹം സഹകരിച്ചതായും ഡോക്ടർ ആൽഫിയേരി കൂട്ടിച്ചേർക്കുന്നു. ലോകം മുഴുവൻ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്ന വസ്തുത അദ്ദേഹത്തിന്റെ അതിജീവനത്തിൽ ഒരു ഘടകമാണെന്ന് താൻ കരുതുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ആശുപത്രിയിൽ 2 പ്രാവശ്യമുണ്ടായ പ്രതിസന്ധിയിൽ നിന്ന് പാപ്പ സുഖം പ്രാപിച്ചതിനെ ഒരു അത്ഭുതത്തോട് അദ്ദേഹം താരതമ്യം ചെയ്യുന്നു. ആശുപത്രിയിൽ പാപ്പ പുലർത്തിയ നർമ്മബോധത്തെ ഡോക്ടർ ആൽഫിയേരി അടിവരയിട്ട് പരാമർശിക്കുകയുണ്ടായി. ഗുരുതരമായ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി 14-ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പ 38 ദിവസത്തിനു ശേഷമാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. വത്തിക്കാനിലെ സാന്താ മാർട്ട വസതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്രമം തേടി സുഖം പ്രാപിച്ചു വരികയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കിന ന്യൂസ്.